കാരണം ഇവർക്ക് ആർക്കും അറിയാത്തൊരു കാര്യം അശ്വത്ഥാമ ചെയ്തു അല്ലേ? അതാണ് ഭഗവാൻ ഇത്രയും ദേഷ്യം. ആ അസ്ത്രത്തിന്റെ ഡയറക്ഷൻ മാറ്റാൻ പറഞ്ഞപ്പോൾ അത് നേരെ ഉത്തരാദേവിയുടെ ഗർഭത്തിലേക്ക് അയക്കും. എത്ര വലിയ നീച പ്രവൃത്തിയാണ്, എല്ലാ ലിമിറ്റും ക്രോസ് ചെയ്യും. അപ്പം ഭഗവാൻ അശ്വത്ഥാമനോട് പറയാം, ദ്രോണപുത്ര, എല്ലാ പണ്ഡിതന്മാർക്കും എന്നേക്കുമായിട്ട് അറിയാം നീ ഏറ്റവും വലിയ ഭീരും ഏറ്റവും വലിയ നീചനുമാണ്. നീ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നീ അനുഭവിക്കണം. 3000 വർഷം നീ ഭൂമിയിൽ കറങ്ങി നടക്കണം. ഒരു ദേഹം മുഴുവൻ രോഗം ബാധിച്ച് ഒറ്റയ്ക്ക് ആരോടും ഒന്നും മിണ്ടാതെ നിന്റെ ദേഹത്തിൽ നിന്നെല്ലാം ദുർഗന്ധം വ്യാപിക്കും. നീ ഉൾക്കാട്ടുകളിലേക്ക് ഒളിച്ചു താമസിക്കേണ്ടി വരും. ആരോരും താമസിക്കാത്ത വൃത്തികെട്ട സ്ഥലത്ത് നീ താമസിക്കേണ്ടി വരും. ആ കാലാവധി കഴിയുമ്പോൾ നീ ഉപരിലോകങ്ങളിലേക്ക് പോകും. അപ്പോൾ ചില വ്യക്തികൾ പറയുന്നില്ലേ, അശ്വത്ഥാമ ചിരഞ്ജീവിയാണ്. അതിലെന്തെങ്കിലും അർത്ഥമുണ്ട്? ഒരർത്ഥമില്ല. 3000 വർഷമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞു, അശ്വത്ഥാമ പോയി. 3000 വർഷം ഈ ഭൂമിയിൽ അലിഞ്ഞു കിടക്കണം. മഹാഭാരതം നടന്ന 5000 വർഷം മുമ്പെയാണ്. അന്നേരം ഭഗവാൻ ആ ഒരു കാലാവധിക്ക് ശേഷം 3000 വർഷം കഴിഞ്ഞു. 3000 വർഷത്തിന് ശേഷം അലിഞ്ഞു നടന്നു. അതിനുശേഷം അശ്വത്ഥാമ പോയി. ഈയിടയ്ക്ക് എന്തോ ഒരു സിനിമയൊക്കെ വന്ന് അതിൽ അശ്വത്ഥാമാവിനെ ഭയങ്കര ഹീറോ ആയിട്ട് ചിരഞ്ജീവിയായിട്ട് കാണും. മഹാഭാരത പ്രകാരം ആള് 3000 വർഷം കഴിഞ്ഞപ്പോൾ തീർന്നു. അഥവാ 3000 വർഷം ആൾക്ക് ഒരു പവറും ഇല്ല. രത്നമൊക്കെ നഷ്ടപ്പെട്ടു. അത് കൂടാതെ അലഞ്ഞു നടക്കുകയാണ്. ദേഹത്തിൽ നിന്നെല്ലാം ദുർഗന്ധം വരികയാണ്. എന്നാലോചിച്ചു.